നല്ല തൃശ്ശൂർ അവിയലുണ്ടാക്കിയല്ലോ. കഷ്ണങ്ങളൊക്കെ നീളത്തിൽ മുറിച്ച് പച്ചമുളകൊക്കെ ഇട്ട് നമ്മളുടെ മൺചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുക കേട്ടോ. അതൊന്ന് ചൂടായ ശേഷം അതിലേക്ക് കഷ്ണങ്ങളൊക്കെ വാരിയിട്ട് മുളക് പൊടി ഇടണം, ലേശം ഉപ്പുപൊടി ഇടണം. എന്നിട്ട് നമ്മളിങ്ങനെ ഒന്നത് വേവാനായിട്ട് വെച്ചിരിക്കുക. ഒന്ന് സമയമെടുത്ത് സ്ലോലി കുക്ക് ചെയ്ത് ഒരാവിയിൽ തന്നെ അത് വേവണം. ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കും എങ്ങനെയുണ്ട്, ആവുന്നുണ്ടോ എന്നുള്ളതൊക്കെ. അതിങ്ങനെ പതുക്കെ തിളച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. ആ സമയം എടുക്കുന്നൊരു പ്രോസസ്സാണ്. അതിന് ശേഷം നമ്മളതിലേക്ക് തൈര് 2-3 സ്പൂണ് തൈര് ഒഴിച്ചു കൊടുത്തിരിക്കുക. ഇതിങ്ങനെ പതുക്കെ സ്ലോലി കുക്ക് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ നാളികേരത്തിൻ്റെ അരപ്പ്, നാളികേരവും ജീരകവും ഒക്കെ അരച്ചത് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. ഉള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഉള്ളിയും കൂടെ ഇടാം. ഈ പരിപാടിയിൽ നമ്മൾ ഉള്ളി ഇട്ടിട്ടില്ല, കാരണം എന്ന് വെച്ചാൽ ഇതൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിങ്ങനെ ആയി വരുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാലുണ്ടല്ലോ തൃശ്ശൂർ സ്റ്റൈൽ സദ്യക്ക് വയ്ക്കുന്ന അവിയൽ റെഡിയാണ്. ഒന്ന് കഴിച്ചു നോക്കണം.